പറ, ഇനി എന്ത് കള്ളവാ ചേച്ചിക്ക് എന്നോട് പറയാനുള്ളത്? പറ. ഈ വീട്ടിലുള്ള ആരോടാ ചേച്ചിക്ക് ഇനി കള്ളം പറയാനുള്ളത്? ഈ പൊടി കുഞ്ഞിനോടോ? ആണോ? അവർക്കും എല്ലാം മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അമ്മേ, മക്കൾ ഇതൊന്നും കേട്ട് വിശ്വസിക്കരുത്. ഇത്രയും കാലം ഓഫീസിലും ഇവിടെ ഉള്ളവരോടും നാട്ടുകാരോടും ആൻസി വർഗീസിന്റെ അനിയത്തിയാണ്, അവരെല്ലാരും കൂടി ചതിച്ചതാണ്, ചീറ്റ് ചെയ്തതാണ്, പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരുന്നു. അവരോടൊക്കെ ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഗുളി കുടിച്ചില്ലല്ലോ. അതവൻ കഴിച്ചല്ലേ കുറച്ചു മുമ്പേ. ഒന്നും ഓർമ്മ കാണത്തില്ല. അമ്മേ, മക്കളെ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. എല്ലാരോടും അമ്മ കരയണ്ട അമ്മേ, കരയാതെ അമ്മേ. എന്റെ മോരത്തൊന്നും വിശ്വസിക്കരുതടാ. നമുക്ക് ഇവിടെ പോവാം അമ്മേ, എങ്ങോട്ടെങ്കിലും പോവാം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അമ്മ എന്തെങ്കിലും ചെയ്യാം. മോൻ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ മോനെന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഒരു കാലത്ത് എന്തൊരു പേരായിരുന്നു. വലിയ സിനിമാ നടിയാവാൻ പോകുന്നു, കോടീശ്വരന്റെ ഭാര്യയാവാൻ പോകുന്നു, പിന്നെ കേൾക്കുന്നത് വലിയ ഫാഷൻ ഡിസൈനർ ആയെന്ന. എന്തൊക്കെയായിരുന്നു അന്നൊക്കെ. ഞാൻ ഞെളിഞ്ഞു നടക്കുമായിരുന്നു, ആൻസി അനന്തകൃഷ്ണന്റെ അനിയത്തിയാന്ന് പറഞ്ഞ്. ഇപ്പൊ നാണം കിട്ടും. എന്തിനാ ചേച്ചി ഇങ്ങനെ പെണ്ണുങ്ങളാന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? വല്ല വിഷവും വാങ്ങിച്ച് തിന്ന് അങ്ങ് തീരുന്നതായിരുന്നില്ലേ നല്ലത്? അതെ, ആസിഡ് കലക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുമായിരുന്നല്ലോ. ചെന്നെടുത്തോണ്ട് വാ, ചെല്ല്, എല്ലാവരും കൂടെ അങ്ങ് തീരട്ടെ. എനിക്ക് എന്തായാലും ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. മാനം കെട്ടിങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. നീ അലക്സ് ചെയ്യാ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയോ? ഞാൻ കുറെ ദിവസമായി നിങ്ങളോട് പറയാം, ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. പോവാം എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി ആൻസി വർഗീസിനെ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ട് നടന്നോ. ഞാൻ എന്റെ പാട്ടിന് പോകും. ഒന്ന് സമ്മാനം കൊടുക്ക്. എല്ലാത്തിനും ഒരു സമാധാനം വേണ്ടേ? സമാധാനം കിട്ടാൻ എന്താ ഉള്ളത്? എന്താ ഇവിടെ ഉള്ളത്? ആൻസി വർഗീസ് പരിശുദ്ധയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പള്ളി പോയി കുമ്പസരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നേ ജീപ്പിലെ ഒരു മൈക്ക് വെച്ചിട്ടേ ഇറങ്ങങ്ങ് നാട്ടിലോട്ട്. ഇങ്ങനെ ഒരു നാണം കെട്ട മനുഷ്യൻ. മഴ, പ്രളയം, കെടുതികൾ, എത്ര പേര് മരിച്ചു, എത്ര ആൾക്കാർ മരിച്ചു, എവിടെയെല്ലാം വീടുകൾ പോകുന്നു. ഈ വീട് മാത്രം എന്റെ കർത്താവേ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാം മുടിഞ്ഞു പോയാൽ മതിയായിരുന്നു. എവിടേക്കോ ഉരുള് പൊട്ടി. ഈ വീട് ഇവിടുത്തെ ആൾക്കാർ മണ്ണിൽ അടിയിലോട്ടങ്ങ് പോണേ. നാശം പിടിക്കാൻ എന്റെ കർത്താവേ, ഇതെല്ലാം കണ്ടിട്ട് വേണമല്ലോ എന്റെ കണ്ണടയാന്. എന്തൊരു നാശമായത്! എന്റെ ഈശോയെ, എല്ലാം കൂടെ അവസാനിപ്പിച്ച് തന്നിരുന്നെങ്കിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു. അതിന് പകരം ഇവിടെ ഉള്ളതിനേക്ക് അങ്ങ് എടുത്തുകൂടായിരുന്നോ? നാശം പിടിക്കാനെ കൊണ്ട്.